നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മദ്യപിക്കുന്നതിനിടെ സുഹൃത്തിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ പുറത്തു കടന്ന പ്രതി വീണ്ടും സമാനമായ വെട്ടുകേസിൽ അറസ്റ്റിൽ. പല്ലിശ്ശേരി അമ്പാടത്ത് വീട്ടിൽ 40 വയസ്സുള്ള രജീഷാണ് അറസ്റ്റിലായത്. പാറളം പഞ്ചായത്തിലെ ആയുഷ് വിദ്യാർത്ഥി കൂട്ടായ്മ യോഗ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി 2024 കർഷക ചന്തയ്ക്ക് തുടക്കമായി. നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മദ്യപിക്കുന്നതിനിടെ സുഹൃത്തിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ പുറത്തു കടന്ന പ്രതി വീണ്ടും സമാനമായ വെട്ടുകേസിൽ അറസ്റ്റിൽ. ഊരകത്ത് യുവാവിനെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ പല്ലിശ്ശേരി അമ്പാടത്ത് വീട്ടിൽ 40 വയസ്സുള്ള രജീഷാണ് അറസ്റ്റിലായത്. സെപ്റ്റംബർ 8 വൈകിട്ട് പല്ലിശ്ശേരിയിൽ ആറാട്ടുപുഴ സ്വദേശി ഷൈജുവിനാണ് വെട്ടേറ്റത്. മദ്യപാനത്തിനിടെ ഇരുവരും വാക്കുതർക്കമുണ്ടായതിനെ തുടർന്നാണ് വെട്ട് നടന്നത്. തലയുടെ പുറകിൽ ആഴത്തിൽ മുറിവേറ്റ ഷൈജു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഒരു ചെവി അറ്റ നിലയിലാണ്. സംഭവത്തിനു ശേഷം രാത്രി കെട്ടിടത്തിന് മുകളിൽ ഒളിച്ചിരുന്ന് പുലർച്ചെ നാടുവിടാൻ ശ്രമിക്കുന്നതിനിടെ വെള്ളാങ്കല്ലൂരിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. കൊലപാതക ശ്രമം ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പല്ലിശ്ശേരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ജയിലിലായിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. 2021 ജൂണിൽ മൊബൈൽ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്ത് ചോദ്യം ചെയ്ത യുവതിയെ ഊരകത്ത് വെച്ച് അടിച്ചു പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. 2017 ഊരകം അനിത തിയേറ്ററിനു സമീപം വെച്ച് ഊരകം സ്വദേശിയെ മൺവെട്ടികൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. മദ്യത്തിനടിമയായ ഇയാൾക്ക് ചേർപ്പ് സ്റ്റേഷനിൽ 3 കൊലപാതക ശ്രമക്കേസുകൾ ഉണ്ട്. പേരാമംഗലം സ്റ്റേഷനിലും ഇയാളുടെ പേരിൽ കേസുണ്ട്. മദ്യപിച്ചാൽ കൂടെയുള്ളവരെ തന്നെ ആക്രമിക്കുന്ന സ്വഭാവക്കാരനാണ്. ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിൽ ചേർപ്പ് ഇൻസ്പെക്ടർ KO പ്രദീപ്, SI മാരായ PV ഷാജി, സജിപാൽ, റാഫേൽ, ഡിവൈഎസ്പി ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ CPO ES ജീവൻ, CPO KS ഉമേഷ്, സിൻഡി ജിയോ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാറളം പഞ്ചായത്തിലെ ആയുഷ് വിദ്യാർത്ഥി കൂട്ടായ്മ യോഗ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും ഇതുപോലെ തന്നെ യോഗ ക്ലബ്ബുകൾ രൂപീകരിക്കണമെന്നാണ് മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള ക്ലബ്ബുകൾ രൂപീകരിക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ പണ്ടത്തെ ജീവിത രീതിയൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് എല്ലാവരും ഭയങ്കര തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മാഷ് ഞങ്ങളുടെ വാർഡിൽ രൂപീകരിച്ചു വന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ പക്ഷേ നമ്മുടെ അമ്മയിലായിരിക്കും അതുപോലെ തന്നെ ഒളിയിലിരിക്കലും അങ്ങനെയുള്ള പരിപാടിയില്ല. ഇവരൊക്കെ നമ്മൾ സ്വന്തമായിട്ട് നടക്കുന്നതിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ തിരക്കും പണ്ടത്തെ പോലെയാണോ? അപ്പോൾ നമ്മൾ പല വീട്ടമ്മമാരും നമ്മൾ ജോലിക്ക് പോകണം. രാവിലെ നമ്മുടെ വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകണം. പിന്നെ ഒരു 5 മണി 6 മണി കേട്ടാണ് നമ്മൾ വീട്ടിലുണ്ടോ. അപ്പം നമുക്ക് ജോലി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണവും യാത്ര ക്ഷീണവും കാരണം പരമാവധി നമ്മൾ പിന്നെയും അതിന് വലിയ പാലപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ നിൽക്കാറുണ്ട്. അപ്പം അത് കാരണം നമ്മുടെ ശരീരത്തിന് ശരിയായിട്ടുള്ള രീതിയിലുള്ള വ്യായാമങ്ങളൊന്നും ലഭിക്കുന്നില്ല. കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമത്തിൽ യോഗ വിദ്യാർത്ഥികൾ ചേർന്ന് സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് പ്രസിഡന്റിന് കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വിദ്യാനന്ദനൻ, ജെയിംസ് പീപ്പോൾ, K പ്രമോദ്, മെഡിക്കൽ ഓഫീസർ VN കവിത, KK ബിജോഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു.
ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മുടെ ഇവിടെ വിപണിയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. കുറേ പേർക്ക് അന്നത്തെ മഴയിൽ അവരുടെ വാഴയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വാഴക്കൊലകളെല്ലാം നമ്മുടെ പഞ്ചായത്തിലെ കർഷകരുടേത് മാത്രമായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചക്കറികൾ, ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പിൽ നിന്നും എത്തിയിട്ടുണ്ട്. നമുക്കറിയാം മറ്റു വിപണിയിലേക്കാൾ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ ഓണച്ചന്ത കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. വിപണിയിലെ വിലയേക്കാൾ കുറവിനാണ്, അതായത് കർഷകരിൽ നിന്ന് നല്ല സംഭരിക്കുന്നത് വില വിപണിയിലെ വിലയേക്കാൾ നല്ലൊരു 30% കൂടുതൽ സംഭരിച്ചുകൊണ്ട് കുറവ് വിലയ്ക്ക് നമ്മുടെ പൊതുജനങ്ങളിലേക്ക് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ചന്തയുടെ. കൃഷി ഓഫീസർ KP നിവേദിത, കൃഷി അസിസ്റ്റന്റ് ജാസ്മിൻ, പഞ്ചായത്ത് അംഗങ്ങൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ സംസാരിച്ചു. സെപ്റ്റംബർ 11 മുതൽ 14 വരെയാണ് കൃഷിവകുപ്പിന്റെ കർഷക ചന്ത പ്രവർത്തിക്കുക. കർഷകരുടെ കയ്യിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ മാർക്കറ്റ് വിലയേക്കാൾ 30% വിലക്കുറവിലാണ് ഉപഭോക്താക്കളിലേക്ക് കർഷക ചന്ത വഴി എത്തിക്കുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി 2024 കർഷക ചന്തയ്ക്ക് തുടക്കമായി. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം നിർവഹിച്ചു. അത്തം തുടങ്ങിയിട്ട് തന്നെ മിക്ക ആളുകളും പച്ചക്കറിയോടാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിലക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള ചന്തകൾ വഴി നമുക്ക് കൃത്യമായിട്ടുള്ള ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്കും അതുപോലെ തന്നെ വാങ്ങിക്കുന്ന ആളുകൾക്കും ഒരേപോലെ ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചന്തകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചന്ത ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, കെ പ്രമോദ്, വിദ്യാനന്ദനൻ, വാർഡ് മെമ്പർമാരായ മണി KK, സുബിത സുഭാഷ്, സിബി സുരേഷ്, ജൂബി മാത്യു, PK ലിജി, ADC മെമ്പർമാരായ സുഭാഷ് മാരാത്ത, സേതുമാധവൻ, പാർലം കൃഷി ഓഫീസർ DT മരിയ, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ എല്ലാ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇവിടെ എന്താ പറയുക, കുടുംബശ്രീ അംഗങ്ങൾ സാധനങ്ങൾ എത്തിക്കുന്നേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്ന സൗന്ദര്യ വർധന വസ്തുക്കൾ മുതൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. വാർത്തകൾ മുറിച്ചിറങ്ങുന്ന കായവർത്തതും അതുപോലെ തന്നെ ഇഞ്ചുള്ളി ചതകളും എല്ലാ സകല സാധനങ്ങളും ഇക്കാര്യത്തിനും അങ്ങനെ സകല സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുടുംബശ്രീ അംഗങ്ങൾക്കൊരു കൈത്താങ്ങാവുന്ന വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്, വീട്ടിലുണ്ടാക്കുന്ന പോലെയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത്. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. അമ്മാടം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി വനജ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, വിദ്യാനന്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK ലിജീവ്, മണി KK, സിബി സുരേഷ്, സുബിത സുഭാഷ് എന്നിവർ സംസാരിച്ചു. കൺവീനർ രേഖ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശോഭ തുടങ്ങിയവർ നേതൃത്വം നൽകി. നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പാറളം പഞ്ചായത്തിലെ കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സ്മിത വിൽസൺ, ചേർപ്പ് ബ്ലോക്കിലെ കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൌൺസിലർ മിനിമോൾ സുനിൽ എന്നിവർ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിദ്യാനന്ദനൻ, പഞ്ചായത്ത് അംഗങ്ങളായ ലിജീവ്, CB സുരേഷ്, ജൂബി, ആശാവർക്കർമാരായ അൽഫോൺസ, സജിത, ഡോക്ടർ സോണി എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജയരാജ് നടുവിൽ, NT രമേശ്, K രവീന്ദ്രനാഥ്, ബെന്നി തെക്കിനിയത്ത്, CS മധുസൂദനൻ, ഷാജു പെല്ലിശ്ശേരി, PD തോമസ്, വിൻസെന്റ് പിടിയത്ത് എന്നിവർ സംസാരിച്ചു.
കോൺഗ്രസ് പാറളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടന്നൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി നന്ദകുമാർ കോങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, ബ്ലോക്ക് സെക്രട്ടറി TK രാജു, നേതാക്കളായ AD ജോണി, CO ജോൺസൺ, എയറപ്പായി, ഡേവിസ് കണനൈക്കൽ, ശ്രീനിവാസൻ വെങ്ങാലി, ജോജോ ചിറമൽ, വാസു കൂട്ടാല, TV ജോൺസൺ, ഇട്ടേഷ്യൻ, വിൽസൺ പല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഐസ്ക്രീം പ്രേമികൾക്കൊരു സന്തോഷ വാർത്ത. രുചി വൈവിധ്യങ്ങളുടെ പറുദീസ തുറന്ന് അക്ഷയാസ് ഐസ്ക്രീം പാർലർ കോടന്നൂർ പുത്തൻവെട്ടോഴിയിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ ഓഫറുകളും ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. 4 ലിറ്റർ വാനില ഐസ്ക്രീം വാങ്ങുന്നവർക്ക് 200 രൂപ വിലയുള്ള വാനില ഐസ്ക്രീം ഫ്രീ ആയി ലഭിക്കും. കോടന്നൂർ പുത്തൻവെട്ടോഴി കർഷക നഗറിൽ പ്രവർത്തനമാരംഭിച്ച അക്ഷയാസ് ഐസ്ക്രീം പാർലർ ലാസ ഐസ്ക്രീം ഫാക്ടറി മാനേജർ ലിവിൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ലാസ സെയിൽസ് മാനേജർ ജിഷ്ണു പ്രസാദ്, പഞ്ചായത്ത് അംഗം ഡാലി ബിനോയ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. അഡ്വക്കേറ്റ് K അക്ഷയ് ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ മാനേജ്മെന്റ്, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലാസ ബ്രാൻഡിന്റെ എല്ലാത്തരം ഐസ്ക്രീമുകളും ഷോപ്പിൽ നിന്നും ലഭ്യമാണ്. ഐസ്ക്രീമുകൾക്ക് പുറമെ മിൽക്ക് ഷേക്ക്, ജ്യൂസ്, ഐസ്ക്രീം ഷേക്ക്, പാർലർ സ്പെഷ്യൽസും ലഭിക്കും. വിവിധ പാക്കുകൾക്ക് ഡിസ്കൗണ്ടുകളും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. പള്ളിപ്പുറം സാന്ത്വന കൂട്ടായ്മ കുടുംബാംഗങ്ങളുടെ സംഗമവും ഓണാഘോഷവും നടന്നു. KG ചന്ദ്രൻ, KN മനോഹരൻ, KS അജയൻ, ഷീജ സുരേഷ്, KV മിനി, MS ജയചന്ദ്രൻ, ലിനി സുധീർ, മനോജ് വെള്ളാട്ടുപറമ്പിൽ, ലിം രാജേഷ്, ജിജി സുനിൽ കുമാർ, ഉഷസ് സുനിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. തൃശൂർ പൂരം കലക്കാൻ സംഘപരിവാറിൽ നിന്നും അച്ചാരം വാങ്ങി തൃശൂർ പാർലമെന്റ് മണ്ഡലം BJPക്ക് തീരെഴുതി കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, CS മണികണ്ഠൻ, TV ഷൈൻ, PK നന്ദനൻ, PC ജയബാലൻ, മധു അന്തിക്കാട്ട്, ബിന്ദു പ്രദീപ് എന്നിവർ സംസാരിച്ചു. PM സുബ്രഹ്മണ്യൻ, ബാബു പനക്കൽ, KR ദാസൻ, രഹന ബിനീഷ്, കമല ശ്രീകുമാർ, ജീജ ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണാഘോഷം ഒരുക്കി. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന് വേണ്ടിയാണ് വലപ്പാട് CP ട്രസ്റ്റും കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷനും ചേർന്ന് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. വള്ളിവട്ടം പാർലേക്ക് ഫാം ഹൌസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ലെന്നും പ്രതിസന്ധികളെ പ്രചോദനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നും ദിലീപ് പറഞ്ഞു. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോൾ എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണമെന്നൊന്നും. നിങ്ങൾ സാധാരണ കസേരയിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോൾ അതാണ് വേണ്ടത്. നമ്മൾ പല സ്ഥലത്ത് നമ്മൾക്ക് ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് തന്നെ. ചിലപ്പോൾ നടന്നു ഓടി അങ്ങനെ പോകും, ചില ആൾക്കാർ നടക്കാൻ പറ്റാതെ. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും. ഇവിടെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു, ഒരിടം അല്ലെ, ഒരിടം തന്നെ. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നതാണ്. അപ്പം അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
കാരണം വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല. സത്യമല്ലേ? നമുക്ക് വേണ്ടത് അതാണ്. കാരണം നമ്മൾ ജനിച്ചു, ജീവിക്കുന്നു, മരിക്കുന്നു. ഇത്തരം പ്രോസസ്സ് ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണതിന്റെ ഇടയിലുള്ള കുറച്ച് സമയം, ആ സമയത്ത് നമ്മൾ ചിരിയും കളിയും ബഹളമായിട്ടൊക്കെ തന്നെ പോവുക. ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PB സക്കീർ ഹുസൈൻ അധ്യക്ഷനായി. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ്, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ എന്നിവർ മുഖ്യാതിഥികളായി. ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ്, ഷൈജു കാനാടി, CP ട്രസ്റ്റ് പ്രതിനിധികളായ ഷമീർ എളേടത്ത്, ഹിലാൽ കുരിക്കൽ, TM നിസാബ് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വീൽചെയറിൽ കഴിയുന്ന 65ഓളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. പാട്ടും കളികളും ഉൾപ്പെടെ വീൽചെയറിലിരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഓണസദ്യയുമുണ്ടായിരുന്നു. സജി അപർണ, താജുദ്ദീൻ, PK ധർമ്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ശ്രീനാരായണപുരം അഞ്ചങ്ങാടി സ്വദേശി 19 വയസ്സുള്ള അനഘാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് കോട്ടപ്പുറം ടോളിന് സമീപത്തായിരുന്നു സംഭവം. ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിലിടിച്ച് റോഡിൽ വീണായിരുന്നു അപകടം. ഉടൻ കൊടുങ്ങല്ലൂർ മെഡിക്കെയർ ആശുപത്രിയിലും തുടർന്ന് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഞ്ഞാലി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് അനഘ്. കോളേജിൽ ഇന്ന് നടക്കാനിരുന്ന ഓണാഘോഷത്തിന്റെ ഒരുക്കങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ചാവക്കാട് കടപ്പുറം അഞ്ചങ്ങാടിയിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. കോളനിപ്പടി സ്വദേശി 21 വയസ്സുള്ള ഉവൈസ്, അഞ്ചങ്ങാടി പള്ളിക്കടുത്ത് 22 വയസ്സുള്ള സാലി എന്നിവർക്കാണ് കുത്തേറ്റത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ അഞ്ചങ്ങാടി കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് വെച്ചാണ് സംഭവം. ഇരു സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ഇരുവർക്കും കുത്തേറ്റതെന്നാണ് വിവരം. ഉവൈസിന്റെ നെഞ്ചിലാണ് പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റ ഇരുവരെയും ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. തെക്ക് ഭാഗത്ത് നിന്നും വന്നിരുന്ന കാർ മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് അമ്മൂസ് ഫുഡ്വെയർ എന്ന സ്ഥാപനത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. കടയുടെ ഷട്ടറും ഉള്ളിലെ ഗ്ലാസ് ഷോക്കേസും പൂർണ്ണമായും തകർന്നു. പെരിഞ്ഞനം സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത്. ഇയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മംഗല്യത്തിനും സർവൈശ്വര്യത്തിനും വേണ്ടിയുള്ള ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവോണ പൂജ സെപ്റ്റംബർ 15 ഞായറാഴ്ച ദീപാരാധനയ്ക്ക് ശേഷം നടക്കും. പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ടോ 0487 234 8500 9400741151 എന്ന നമ്പറിലോ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മദ്യപിക്കുന്നതിനിടെ സുഹൃത്തിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിൽ പുറത്തു കടന്ന പ്രതി വീണ്ടും സമാനമായ വെട്ടുകേസിൽ അറസ്റ്റിൽ. പല്ലിശ്ശേരി അമ്പാടത്ത് വീട്ടിൽ 40 വയസ്സുള്ള രജീഷാണ് അറസ്റ്റിലായത്. പാറളം പഞ്ചായത്തിലെ ആയുഷ് വിദ്യാർത്ഥി കൂട്ടായ്മ യോഗ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ചന്ത പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു.
പാറളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി 2024 കർഷക ചന്തയ്ക്ക് തുടക്കമായി. നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോ വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.